ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്രജയ. രാവണ വിഭീഷണ സംഭാഷണം. അന്നേരം ആഗതനായ വിഭീഷണൻ ധന്യൻ നിജാഗ്രജൻ തന്നെ വണങ്ങിനാൽ തന്നരികത്തങ്ങിരുത്തി ദശാനനൻ ചൊന്നാൻ അവനോടു പഥ്യം വിഭീഷണൻ. രാക്ഷസാദീശ്വര വീരാദശാനനാ കേൾക്കണം എന്നുടെ വാക്കുകൾ നിന്നു നീ നല്ലതു ചൊല്ലേണം. എല്ലാവരും തനിക്കുള്ളവരോടു ചൊല്ലുള്ള ബുധജനം കല്യാണം എന്തു കുലത്തിനെന്നുള്ളതും എല്ലാവരും ഒരുമിച്ചുരിന്തിക്കണം. യുദ്ധത്തിനാരുള്ളതോർക്ക നീ രാമനോട് ഈ ത്രിലോകത്തിങ്കൽ നഗ്നഞ്ചരാധിപ. മത്തൻ ഉന്മത്തൻ പ്രകസ്തൻ വിഘടനം സുപ്തകനായ ജ്ഞാന്തകാദികളും തഥാ. കുംഭകർണൻ ജംബുമാളി പ്രജങ്കനും കുംഭൻ നികുംഭൻ അകമ്പനൻ കമ്പനൻ വമ്പൻ മകോദരനും മഹാപാർശനും കുംഭകനും ത്രിശിരസ് അധികായനും ദേവാന്തകനും നരാന്തകനും മറ്റു ദേവാരികൾ വജ്രദ്രംഷ്ടാതിവീരരും യൂപാക്ഷനും ശോണിതാക്ഷനും പിന്നെ വിരൂപാക്ഷ ധൂമ്രാക്ഷനും മകരാക്ഷനും ഇന്ദ്രനെ ശങ്കരെ ബന്ധിച്ച വീരനാം ഇന്ദ്രജിത്തിന്നുമാം അല്ലവനോടെടോ നേരെ പൊരുത് ജയിപ്പതിന്നാരുമേ ശ്രീരാമനോദരുതായ ഗവാനസേ. ശ്രീരാമനായതു മാനുഷനല്ലകേ ആരെന്നറിവാനുമാം അല്ലൊരുവനും ദേവേന്ദ്രനും അല്ലവന്നിയും മല്ലവൻ വൈവസ്വതനും നൃധൃതിയും മല്ലതേ. പാശിയും മല്ല ജഗൽപ്രാണനും മല്ല വിത്തേശനും മല്ലവൻ ഈശാനുമല്ല വേദാവും മല്ല ഭുജങ്കാധിപനും മല്ല ആദിത്യരുദ്രവസുക്കളും മല്ലവൻ സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതൻ സൃഷ്ടിസ്ഥിതിലയ കാരണൻ മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ പന്നിയായി മന്നിടം പാലിച്ചുകൊള്ളുവാൻ. പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ടു കൊന്നു ഹിരണ്യ കശുപുവാം വീരനെ ലോകൈകനായകൻ വാമനമൂർത്തിയായി ലോകത്രയം ബലിയോടു വാങ്ങിയിടിനാൽ. കൊന്നാനിരൂപത്തൊരു തുടരാമനായി മന്നവന്മാരെയാ സുരാംശമാകയാൽ അന്നസൂരരെയൊക്കെയൊടുക്കുവാൻ മന്നില്ലവതരിച്ചിടും ജഗന്മയൻ ഇന്നൂതചാരത പുത്രനായി വന്നിതു നിന്നെയൊടുക്കുവാൻ എന്നറിഞ്ഞിടു നീ. സത്യസങ്കൽപ്പനാം ഈശ്വരൻ തന്മതം നിത്യയായി വന്നുകൂടാ എന്നു നിർണയം. എങ്കിൽ എന്തിനു പറയുന്നതെന്നൊരു ശങ്കയുണ്ടാകി അതിനു ചൊല്ലിടുവൻ. സേവിപ്പവർക്കഭയം തേ കൊടുപ്പോരു ദേവൻ അവൻ കരുണാകരൻ കേവലൻ ഭക്തപ്രിയൻ പരമേശ്വരൻ പരമൻ ഭുക്തിയും മുക്തിയും നൽകും ജനാർദ്ദനൻ. ആശ്രിതവത്സലൻ അംബുജലോചനൻ ഈശ്വരൻ ഇന്ദിരാവല്ലഭൻ കേശവൻ ഭക്തിയോടും തൻ തിരുവടി തൻ പദം നിത്യമാസേവിച്ചു കൊള്ളുകമടിയാതെ. മൈഥിലീ ദേവിയെ കൊണ്ടേ കൊടുത്തു തൽപാദാംബുജത്തിൽ നമസ്കരിച്ചിടുക. കൈതൊഴുതാ സുരക്ഷിക്കെന്നു ചൊല്ലിയാൽ ചെയ്തപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ തൽപദം നൽകിയിടുമേവനും. നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും. താടകം പൂക്ക നേരത്ത് അതിബാലകൻ താടകയെ കൊല ചെയ്താനൊരമ്പിനാൽ കൗശികൻ തന്നുടയാകരക്ഷാർത്ഥമായി നാശം സുബാഹുമുഖ്യന്മാർക്കു നൽകിനാൽ. തൃക്കാലടി വച്ചു കല്യാമകല്യയ്ക്കു ദുഷ്കൃതമെല്ലാം മുതുക്കിയതോർക്ക നീ. ത്രയംബകം വില്ലു കണ്ടിച്ചു സീതയാം മയ്യൽ മിഴിയാലയും കൊണ്ടുപോകുമ്പോൾ മാർഗമധ്യേ കുഠാരായുധനാകിയ ഭാർഗവൻ തന്നെ ജയിച്ചതും അത്ഭുതം. പിന്നെ വിരാതനെ കൊന്നുകളഞ്ഞതും ചെന്ന ഖരാദികളെ കൊല ചെയ്തതും
ഉന്നതനാകിയ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവൻ അല്ലയോ. അർണവം ചാടിക്കടന്ന് ഇവിടേക്കു വന്ന് അർണോജനേത്രയെ കണ്ടു പറഞ്ഞുടൻ വന്യകുലങ്കാപുരത്തെ സമർപ്പിച്ചു സന്നദ്ധനായി പോയ മാരുതി ചെയ്തതും ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കേ തവ നന്നു നന്മാകന്ത തോന്നുന്നതിങ്ങനെ. നന്നല്ല സജ്ജനത്തോടു വൈര്യം വൃത തൊന്നങ്കി തന്നെ കൊടുക്കമടിയാതെ നഷ്ടമതികളായിടും മമാത്യന്മാർ ഇഷ്ടം പറഞ്ഞു വിളിക്കുന്നതോർക്ക നീ. കാലപുരം ഗമിയാതിരിക്കേണ്ടുകിൽ കാലം കളയാതെ നൽക വൈദേഹിയെ. ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോട് ഉൾപ്പൂവിൽ മത്സരം വച്ചു തുടങ്ങിയാൽ പിൻപാടു നാടും നഗരവും സേനയും തൈപ്രാണനും നശിച്ചിടും അരക്ഷണാൽ. ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കൽ ഇല്ലെന്നു നിർണയം. തന്നെ ദുർനയം കൊണ്ടുവരുന്നത് ഇന്ന് നാം ആളല്ല. പോകെന്നു വേർപ്പെട്ടു ചെന്നു സേവിക്കും പ്രബലനെ ബന്ധുക്കൾ. അന്നേരം ഓർത്താൽ ബലമില്ല മന്നവ. രാമശരം ഏറ്റു മൃത്യു വരുന്നേരം ആമയമുള്ളിലിരിക്കുന്നതുകൊണ്ടു നേരെ പറഞ്ഞു തരുന്നിതു ഞാൻ. ഇനി താരാർമകളെ കൊടുക്ക വൈകിടാതെ. യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടൻ അർത്ഥവും എല്ലാം ഒതുങ്ങിയാൽ മാനസേ മാനിനിയെ കൊടുക്കാമെന്നു തോന്നിയാൽ സ്ഥാനവും ഇല്ല കൊടുപ്പതിനോർക്ക നീ. മുമ്പിലേയുള്ളിൽ വിചാരിച്ചു കൊള്ളണം വമ്പനോടേറ്റാൽ വരും ബലം ഏവനും. ശ്രീരാമനോടു കലകം തുടങ്ങിയാൽ ആരും ശരണം ഇല്ലെന്നതറിയണം. പങ്കജനേത്രനെ സേവിച്ചു വാഴുന്നു ശങ്കരൻ ആദികളെന്നതും ഓർത്ത നീ. രാക്ഷസരാജ ജയിക്ക നീ. സാക്ഷാൽ മഹേശ്വരനോടു വിണങ്ങൊല കൊണ്ടൽ നേർവർണ്ണനു ജാനകിദേവിയെ കൊന്തു കൊടുത്തു സുഖിച്ചു വസിക്ക നീ. സംശയം എന്നിയെ നൽകുക ദേവിയെ. വംശം മുടിച്ചു കളയായ വേണമേ. ഇത്തം വിഭീഷണൻ പിന്നെയും പിന്നെയും പത്യമായുള്ളതു ചൊന്നതു കേട്ടൊരു നഗ്നഞ്ചരാധിപനായ ദശാസ്യനും ക്രുദ്ധനായ സോദരനോടു ചൊല്ലിനായ. ശത്രുക്കളല്ല ശത്രുക്കളാകുന്നതു മിത്രഭാവത്തോട് അരികെ മരുവിന ശത്രുക്കളാകുന്ന ദേവനും മൃത്യു വരുത്തും അവരെന്നു നിർണയം. ഇത്തരം എന്നോടു ചൊല്ലുകില്ലാശുനി വധ്യനാമെന്നാൽ അതിനില്ല സംശയം. രാത്രിഞ്ചരാധിപൻ ഇത്തരം ചൊന്നളവ ഓർത്താൽ വിഭീഷണൻ ഭാഗവതോത്തമൻ. മൃത്യുവശഗതനായ പുരുഷനു സിദ്ധൌഷധങ്ങളും ഏൽക്കയില്ല ഏതുമേ. പോരും ഇവനോട് ഇനി ഞാൻ പറഞ്ഞതു പൗരുഷൻ കൊണ്ടു നീക്കാമോ വിധിമതം. ശ്രീരാമദേവ പാദാംബോജം എന്നീ മറ്റാരും ശരണം എനിക്കില്ല കേവലം. ചെന്നു തൃക്കാൽക്കൽ വീണ അന്തിയെ സന്തതം നിന്ന് സേവിച്ചു കൊള്ളുവൻ ജന്മം ഉള്ള നാൾ. സത്വരം നാലമാത്യന്മാരുമായി അവൻ ഇത്തം നിരൂപിച്ചുറച്ചു പുറപ്പെട്ടു. ധാരധനാലയ മിത്രഭൃത്യൗകവും ദൂരെ പരിത്യജ്യ രാമപാദാംബുജം. മാനസത്തിങ്കൽ ഉറപ്പിച്ചു ദുഷ്ടനായി വീണു വണങ്ങിനാൽ അഗ്രജൻ തൻപദം കോപിച്ചു രാവണൻ ചൊല്ലിനാൻ അന്നേരം. ആപത്തെനിക്കു വരുത്തുന്നതും ഭവാൻ രാമനെ ചെന്നു സേവിച്ചു കൊണ്ടാലും രാമയം ഇങ്ങിരിനില്ലെന്നു നിർണയം. പോകായിലോ മമ ചന്ദ്രകാസത്തിന് ഇന്ന് ഏകാന്ത ഭോജനമായി വരും നീയടോ എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൽ എന്നുടെ താതനു തുല്യനല്ലോ ഭവാൻ. താവകമായ നിയോഗം അനുഷ്ഠിപ്പാൻ അതെല്ലാം മധു സൗഖ്യമല്ലോ മമ. സങ്കടം ഞാൻ മൂലമുണ്ടാകരുതേതും എങ്കിലോ ഞാനിതാ വേഗേന പോകുന്നു.
പുത്രമിത്രാത്ത ആർത്താദികളോടും അത്ര സുഖിച്ചു സുചിരം വസിക്കന് മൂലവിനാശം നിനക്കു വരുത്തുവാൻ കാലൻ ദശരഥ മന്ദിരേ രാമനായി ജാതനായാൻ ജനകാലയെ കാലിയും സീതാപിതാനേന ജാതനായിടിനാൽ ഭൂമിഭാരം കടഞ്ഞിടുവാനായി മുതിർന്നാമോദമോടിങ്ങോ വന്നാറിരുവരും. എങ്ങനെ പിന്നെ ഞാൻ ചൊന്ന ഹിതോക്തികൾ അങ്ങു ഭവാനുള്ളി ഏൽക്കുന്നിതു പ്രഭോ. രാവണൻ തന്നെ വധിപ്പാനവനിൽ ദേവൻ പിതാതാവപേക്ഷിച്ച കാരണം വന്നു പിറന്നിതു രാമനായി നിർണയം. പിന്നെ ആയതിന് അന്യഥാത്വം ഭവിക്കുമോ? ആശരവംശവിനാശം വരും മുൻപേ ദാശരഥിയെ ശരണം ഗതോസ്മി ഞാൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ.